നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യം കാണുന്ന കടയിൽ നിന്ന് വാങ്ങിക്കില്ല. ഇപ്പോൾ ഈവൻ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ, ഒരു ചായ കുടിക്കാനാണെങ്കിൽ പോലും ആദ്യം ഒരു ഷോപ്പ് കണ്ടു, അത് അത്ര പോരാ, അല്ലെങ്കിൽ രണ്ടാമതൊരു ഷോപ്പ് കണ്ടു, അടുത്ത സ്ഥലത്ത് നിന്നാവാം, ഇങ്ങനെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് ആദ്യത്തെ രണ്ട് ഷോപ്പ് നമ്മൾ റിജക്റ്റ് ചെയ്തു, മൂന്നാമത്തെ ഷോപ്പ് സെലക്ട് ചെയ്തു? എന്തെങ്കിലും ഒരു റീസൺ നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? ഓരോരുത്തർക്കും ഉണ്ടാവും എന്തെങ്കിലും റീസൺ. ഒരു പക്ഷേ ചായൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, അതല്ല എങ്കിൽ അവിടുത്തെ ഹൈജീൻ ആയിരിക്കാം, പല റീസൺ ആയിരിക്കാം. ഇത് നമ്മുടെ ബിസിനസ്സിനെ കണക്ട് ചെയ്ത് നോക്കൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഇതുപോലെ ആളുകൾ എന്തുകൊണ്ട് വാങ്ങുന്നില്ല എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്തരം റീസൺ അവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളത് കണ്ടെത്താൻ ഇത്തരത്തിലുള്ള സെൽഫായിട്ടൊരു പഠനം നടത്തി നോക്കിയാൽ മതി. നാം എന്തുകൊണ്ടൊരു ഷോപ്പിൽ പോകുമ്പോൾ അവിടെ റിജക്റ്റ് ചെയ്യുന്നു, അതേ പ്രശ്നങ്ങൾ നമ്മുടെ ബിസിനസ്സിലും വരുന്ന കസ്റ്റമേഴ്സിനുണ്ടാവും. അവിടെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നല്ല മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിയും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ? താഴെ കമൻറ്റ് ചെയ്യും.